സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ മുഴുവൻ വിശ്വാസജീവിതം കൈപിടിച്ചു നടത്താൻ മതിയായ 3 ചെറിയ വാക്കുകളിലേക്കാണ് ക്ഷണിക്കുന്നത്. ചോദിക്കൂ, അന്വേഷിക്കൂ, മുട്ടൂ. ഇവ മാജിക് ബട്ടണുകളല്ല, ഒരു പ്രാവശ്യം അമർത്തി എല്ലാം കിട്ടുന്ന ടെക്നിക്കുകളുമല്ല. ഇവ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവുമായുള്ള ജീവനുള്ള ബന്ധത്തിന്റെ ഭാഷയാണ്. വിശ്വാസിയുടെ ജീവിതം മുഴുവനും ഈ 3 താളത്തിൽ നടക്കാം. സത്യസന്ധമായി ചോദിച്ചുകൊണ്ടും, വിശ്വാസത്തോടെ അന്വേഷിച്ചുകൊണ്ടും, കൈവിടാതെ മുട്ടിക്കൊണ്ടും. അപ്പൻ തനിക്ക് സ്നേഹമുണ്ടെന്ന് അറിയുന്ന കുഞ്ഞുങ്ങൾ പോലെ. ചോദിക്കൂ, നിങ്ങൾക്ക് കിട്ടും. ചോദിക്കുന്നത് വലിയ തത്വശാസ്ത്രമല്ല, ഒരു ചെറിയ സത്യം സമ്മതിക്കലാണ്. എനിക്കെല്ലാമില്ല, എനിക്കെല്ലാം അറിയില്ല, എനിക്കെല്ലാം ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയില്ല. ലോകം നമ്മോട് പറയുന്നു, നീ തന്നെ മാനേജ് ചെയ്യ്, സ്ട്രോങ് ആകണം, ചോദിക്കണ്ട. പക്ഷെ യേശു നമ്മെ ലജ്ജയൊഴിഞ്ഞു പറയാൻ പ്രേരിപ്പിക്കുന്നു. അപ്പാ, എനിക്ക് വേണം, എനിക്ക് സഹായം വേണം, ഞാൻ ഒറ്റയ്ക്കല്ല. ചോദിക്കുന്നത് പിണങ്ങലല്ല, ആശ്രയമാണ്. ചിലപ്പോൾ ദൈവത്തെ ബുദ്ധിമുട്ടിക്കരുത് എന്നോ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന ഭയമോ നമ്മെ തടയാം. പക്ഷെ യേശുവിന്റെ വാക്ക് വ്യക്തമാണ്. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. പൂർണ്ണനല്ല, സംശയമില്ലാത്തവനല്ല, ചോദിക്കുന്നവൻ. അന്വേഷിക്കൂ, നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കുക ചോദിച്ചതിനേക്കാൾ ഒരു ചുവട് മുന്നോട്ടാണ്. ചോദിക്കാം കസേരയിലിരുന്നുകൊണ്ട്, അന്വേഷിക്കാൻ എഴുന്നേറ്റ് നടക്കണം. പിതാവേ, എന്റെ വഴിക്കല്ല നിന്നെ തേടുന്നത്, നിന്റെ വഴിയാണ് എനിക്ക് വേണ്ടത്. അത് കാണിച്ചു തരൂ, അതിലേക്ക് ഞാൻ ചുവടുവയ്ക്കാം. ഇതാണ് അന്വേഷിക്കുന്ന ഹൃദയം. അന്വേഷിക്കുന്നവൻ തിരുവചനം തുറക്കും, സഭയുടെ ഉപദേശങ്ങൾ കേൾക്കും, സ്വന്തം ഉദ്ദേശ്യങ്ങൾ പരിശോധിക്കും, ആത്മീയരായ നല്ലവരോട് ആലോചിക്കും, സമാധാനവും ദയയും സ്നേഹവും വളരുന്നുണ്ടോ എന്ന് നോക്കും. അന്വേഷിക്കുന്ന പ്രാർത്ഥന കണ്ണും ചെവിയും കാലുകളും നൽകുന്ന പ്രാർത്ഥനയാണ്. മുട്ടു, നിങ്ങൾക്ക് തുറക്കും. വാതിലടഞ്ഞിരിക്കുമ്പോഴാണ് മുട്ടേണ്ടത്. ജീവിതത്തിൽ വാതിലുകൾ അടഞ്ഞതുപോലെ തോന്നുമ്പോൾ, ഏറെക്കാലം പ്രാർത്ഥിച്ചിട്ടും മാറ്റമില്ല, ഭാവി ഇരുണ്ടതായി തോന്നുന്നു, വിളി തടസ്സപ്പെട്ടതുപോലെ, ദുഃഖങ്ങൾ മാറാതെ നിൽക്കുന്നു. അവിടെ മുട്ടുക എന്നത്, ഇപ്പോൾ കാണുന്നില്ല, എന്നാലും ഞാൻ നിന്നെ കൈവിടുന്നില്ല, വീണ്ടും വരും, വീണ്ടും മുട്ടും. ഇതാണ് വിശ്വസ്തമായ പ്രാർത്ഥന. ചോദിക്കൂ, സത്യസന്ധമായ ആശ്രയം. അന്വേഷിക്കൂ, സജീവമായ സഹകരണം. മുട്ടു, കൈവിടാത്ത വിശ്വാസം. പക്ഷെ ഒരു സൂക്ഷ്മമായ അപകടമുണ്ട്. ജപമാലകളും നവനകളും രാത്രി മുഴുവൻ മുട്ടലുമുണ്ടെങ്കിലും പ്രാർത്ഥനയുടെ ഉള്ളടക്കം ദൈവ ഇഷ്ടത്തിനെതിരെയാണെങ്കിൽ അത് ശുദ്ധമായ പ്രാർത്ഥനയാവില്ല. ഒരു സ്ത്രീയുടെ കഥയോർക്കുക. ഒരു യുവസന്യാസിയെ കണ്ടു, ദയയുള്ളവൻ, ഭക്തനായവൻ. അവളുടെ ഹൃദയത്തിൽ ഇവനാണ് എന്റെ ജീവിതസഖി. അവൾ പ്രാർത്ഥിക്കാമായിരുന്നു, കർത്താവേ, നിന്റെ ഇഷ്ടം നടപ്പാവട്ടെ. പകരം അവനെ വിളിവിടാനിടവരുത്തണമേ, അവൻ എന്നെ വിവാഹം കഴിക്കട്ടെ. വർഷങ്ങളോളം ജപമാലയും ആരാധനയും ഒരേ വാചകം, അവനെ എനിക്ക് തരണമേ. അതേസമയം ആ സഹോദരൻ ദൈവ ഇഷ്ടത്തിൽ സമർപ്പിച്ചു, ശാന്തിയും സന്തോഷവും കണ്ടെത്തി. അവളോ നിരാശയിലും ആത്മീയ ക്ഷീണത്തിലും. അവളുടെ മുട്ടൽ ദൈവഹൃദയത്തിന്റെ വാതിലല്ല, സ്വന്തം ഇഷ്ടത്തിന്റെ പൂട്ടായിരുന്നു. പ്രിയവരെ, പ്രാർത്ഥനയിൽ എപ്പോഴും ചേർക്കേണ്ട വാക്കുകളാണ്: പിതാവേ, എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഞാൻ ചോദിക്കുന്നത് എന്റെയും മറ്റുള്ളവരുടെയും ആത്മാവിന് നല്ലതല്ലെങ്കിൽ അത് വിട്ടുകൊടുക്കാനുള്ള കൃപ തരണമേ. സത്യമായ മുട്ടൽ ദൈവവാതിൽ തകർക്കലല്ല, ദൈവഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് പറയലാണ്: സ്ഥിതി മാറ്റണമെങ്കിൽ മാറ്റൂ, പക്ഷെ ആദ്യം എന്നെ മാറ്റിക്കൊള്ളണം. പിന്നെ യേശു പിതാവിന്റെ ഹൃദയം തുറക്കുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ലു കൊടുക്കുന്നവനാരുണ്ട്? മീൻ ചോദിച്ചാൽ പാമ്പു കൊടുക്കുന്നവനാരുണ്ട്? പാപികളായ മനുഷ്യപിതാക്കന്മാർക്ക് പോലും മക്കൾക്ക് നല്ലത് കൊടുക്കാനറിയാം. എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നല്ലവ കൊടുക്കില്ലായിരിക്കും. ദൈവം പിതാവാണ്, നന്മ തരാൻ അവന് സന്തോഷം. നമ്മൾ കല്ല് ചോദിക്കുമ്പോൾ അപ്പമെന്ന് കരുതി അവൻ ഇല്ല എന്നോ ഇപ്പോഴല്ല എന്നോ പറയാം. അത് കഠിനതയല്ല, ജ്ഞാനമാണ്. അവൻ നിത്യത കാണുന്നു, നമ്മൾ ഇന്നു മാത്രം. അവസാനം യേശു പ്രാർത്ഥനയെയും ജീവിതത്തെയും ബന്ധിപ്പിക്കുന്നു. മനുഷ്യർ നിങ്ങളോട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്കും ചെയ്യുവിൻ. ഇതുതന്നെയാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും. പിതാവ് നമ്മോട് ചെയ്യുന്നതുപോലെ നാം മറ്റുള്ളവരോട് ചെയ്യണം. ചോദിക്കുമ്പോൾ പിതാവ് കേൾക്കുന്നു,
നാം മറ്റുള്ളവരുടെ ആവശ്യം കേൾക്കണം. അന്വേഷിക്കുമ്പോൾ പിതാവ് ക്ഷമയോടെ കൂടെയുണ്ട്. നാം തിരയുന്നവരോടെ ക്ഷമയോടെ കൂടെയുണ്ടാവണം. മുട്ടുമ്പോൾ പിതാവ് വാതിൽ തുറക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ വാതിൽ തുറന്നിടണം. ദരിദ്രർക്ക്, ഏകാനികൾക്ക്, അസൗകര്യമുള്ളവർക്ക്. പ്രാർത്ഥനയിൽ ചോദിക്കൂ, അന്വേഷിക്കൂ, മുട്ടൂ എന്നു പഠിച്ചാൽ ജീവിതത്തിൽ നൽകുക, സ്വീകരിക്കുക, തുറക്കുക എന്ന് ജീവിക്കണം. സഹോദരങ്ങളെ, യേശു വാഗ്ദാനം ചെയ്യുന്നത് എല്ലാ ആഗ്രഹങ്ങളും നിറവേറുമെന്നല്ല. വിശ്വാസത്തോടെ ചോദിക്കുന്ന ഓരോ പ്രാർത്ഥനയും നല്ല പിതാവിന്റെ ഹൃദയത്തിലെത്തുന്നു. അവിടെ നിന്നുള്ള മറുപടി നമ്മുടെ ആത്മാവിന് യഥാർത്ഥ നന്മയായിരിക്കും. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, എവിടെയാണ് എനിക്കൊന്നും വേണ്ട എന്ന് നടിച്ച് സത്യത്തിൽ ചോദിക്കാത്തത്? എവിടെയാണ് എഴുന്നേറ്റന്വേഷിക്കാൻ ദൈവം വിളിക്കുന്നത്? വാതിലടഞ്ഞതുപോലെ തോന്നിയാലും മുട്ടൽ തുടരാൻ കൃപ തരണമേ. മറ്റുള്ളവർ എനിക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിന്ന് ആരോടാണ് ആദ്യം ചെയ്യേണ്ടത്? നാം തുടർച്ചയായി ചോദിച്ചും അന്വേഷിച്ചും മുട്ടിയും നടക്കുമ്പോൾ നാം കേവലം സ്വീകരിക്കുന്നവരല്ലാതെ ദൈവത്തെപ്പോലെ നൽകുന്നവരായി മാറും. നല്ല ദാനങ്ങൾ നൽകി സന്തോഷിക്കുന്ന സ്വർഗസ്ഥ പിതാവ് തന്റെ മക്കളെ തന്നെപ്പോലെയാക്കിത്തീർക്കും. ഈ വിശുദ്ധ കുർബാനയിലൂടെ ആഴത്തിലുള്ള വിശ്വാസത്തിനും തളരാതെ മുട്ടാനുള്ള ധൈര്യത്തിനും സ്വർണ്ണ നിയമപ്രകാരം മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കൃപയ്ക്കും നമുക്ക് പങ്കുണ്ടാവട്ടെ. ആമേൻ.